थैंक यू फ्रेंड्स। कल देर रात आपसे मिलने का मौका मिल गया। मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी। ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा। थैंक यू दोस्तों। ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഒടുവിൽ ശാശ്വത പരിഹാരമാകുമോ? വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് മറുപടിയുമായി സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം വഴി പുറത്തുവിട്ട വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. എന്നാൽ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിക്കത്തുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയെ സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകളും ഈ വാർത്തയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികളെക്കുറിച്ച് വിശദീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച ഇൻസ്റ്റഗ്രാം വീഡിയോയ്ക്ക് വൻ സ്വീകാര്യത. വീഡിയോയോട് അനുകൂലമായി പ്രതികരിക്കുകയും വിലയേറിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത യുവാക്കൾക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നന്ദി. ഇന്നലെ രാത്രി നിങ്ങളെ കാണാൻ എനിക്ക് അവസരം ലഭിച്ചു. വീഡിയോയോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾക്കും നിങ്ങൾ നൽകിയ മികച്ച നിർദ്ദേശങ്ങൾക്കും നന്ദി. എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം എന്നും നിലനിൽക്കുമെന്നും നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു, പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധം അരങ്ങേറുന്നതിനിടെയാണ് വിഷയത്തിൽ കൂടുതൽ കർശന നടപടികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച ഒരു നിസ്സാര വിഷയമല്ലെന്നും വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അതുണ്ടാക്കുന്ന വേദന ചെറുതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിന് കാരണക്കാരായ കുറ്റക്കാർ ഇപ്പോൾ ജയിലിലാണെന്നും വിദ്യാർത്ഥികളുടെ ഒരു അധ്യയന വർഷം പോലും നഷ്ടപ്പെടാതിരിക്കാൻ പരീക്ഷകൾ വേഗത്തിൽ നടത്തുക എന്നതായിരുന്നു സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചോദ്യപേപ്പർ ചോർച്ച കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ രാജ്യത്ത് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നതാണ് മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയതായും ക്യാബിനറ്റ് യോഗത്തിലെ ചർച്ചകൾക്കും അംഗീകാരത്തിനും ശേഷം തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റിന്റെ രണ്ടാം വാരത്തിൽ തന്നെ ഇതിനായുള്ള ബിൽ പാസാക്കാൻ ശ്രമിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് നേരെ നടന്ന പോലീസ് നടപടിക്ക് പിന്നാലെ കേന്ദ്ര സർക്കാർ ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റിയതിനൊപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ജീവനക്കാരെ കേന്ദ്രം പിരിച്ചുവിടുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷേധക്കാർ. വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ CJP പ്രതിനിധികൾ തങ്ങളുടെ ആവശ്യങ്ങളടങ്ങിയ നിവേദനം സമർപ്പിച്ചു. നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാനിന് BJPയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അദ്ദേഹത്തെ നിലവിൽ സ്ഥാനത്തു നിന്ന് മാറ്റില്ലെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രതിസന്ധികൾക്കിടയിലും സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.